Brothers and sisters, friends from the media, I'd like to thank you for listening to us. വേദിയിലിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ മുതിർന്ന നേതാക്കളെ, സ്ഥാനാർത്ഥികളെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, എന്റെ മാധ്യമ സുഹൃത്തുക്കളെ, ഇന്ന് ഈ യോഗത്തിന് വന്നതിന് നിങ്ങളോട് ഞാൻ നന്ദി പറയുകയും നിങ്ങളെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. Today there is a political fight taking place in Kerala between the UDF and a partnership between your Chief Minister and the Prime Minister of India. ഇന്ന് കേരളത്തിൽ ഒരു വശത്ത് ഐക്യജനാധിപത്യ മുന്നണിയും മറുവശത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായുള്ള പങ്കാളിത്തവുമായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. Both of them are very similar. They are convinced that they should run the country and run Kerala at any cost. അവർ രണ്ടുപേരും ഒരുപോലത്തെ സ്വഭാവമുള്ളവരാണ്. അവർക്ക് രാജ്യത്തെയും കേരളത്തെയും അവർ മാത്രമേ നയിക്കാവൂ എന്ന ബോധ്യമാണ് അവർക്കുള്ളത്. There's that the LDF CPM has launched all across Kerala. കേരളത്തിൽ മുഴുവനും CPM-ഉം LDF-ഉം ആരംഭിച്ച ഒരു പുതിയ പ്രചരണ പദ്ധതിയുണ്ട്. There are big billboards of the Chief Minister, and in front of them there is the line, "Who else?" കേരളത്തിൽ മുഴുവൻ മുഖ്യമന്ത്രിയുടെ പടമുള്ള പരസ്യ ബോർഡുകളുണ്ട്. മറ്റാരാണുള്ളത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള പരസ്യ ബോർഡുകളാണ് കേരളം മുഴുവനുള്ളത്. As if there is only one man in Kerala who can run Kerala. കേരളത്തെ നയിക്കാൻ കേരളത്തിലെ ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ എന്ന രീതിയിലാണ് ഈ പ്രചരണവും പരസ്യവും നടന്നുകൊണ്ടിരിക്കുന്നത്. And that's exactly the same philosophy as Narendra Modi in Delhi. നരേന്ദ്രമോദി ഡൽഹിയിൽ പിന്തുടരുന്ന അതേ തത്വശാസ്ത്രമാണ് ഇവിടെയുമുള്ള ഈ പറഞ്ഞത്. Please remember who the LDF's partner actually is. നിങ്ങൾ ഓർക്കുക, ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പങ്കാളി ആരാണെന്ന് നിങ്ങൾ ശരിക്കും ഇന്ന് ഓർക്കുക. They are the same people who have set fire to the state of Manipur. മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ കത്തിച്ച ആളുകളാണ് ഇന്ന് LDF-ന്റെ പങ്കാളികളായിട്ടുള്ളത്. They are the same people who attacked Kerala sisters when they were in Chhattisgarh. കേരളത്തിലെ കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ ആക്രമിച്ച അതേ ആളുകളാണ് ഇന്ന് LDF-ന്റെ പങ്കാളികളായിട്ടുള്ളത്. They are the same people who divide brothers against each other and spread hatred throughout the country. സഹോദരങ്ങളെ പരസ്പരം വിഭജിപ്പിച്ച് ഈ രാജ്യത്ത് മുഴുവൻ വിദ്വേഷം പരത്തുന്ന അതേ ആളുകളാണ് ഇവരുടെ പങ്കാളികൾ. Question is, why are they partnered together? ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം എന്ന് പറയുന്നത് അവരെന്തുകൊണ്ട് ഒരുമിച്ച് വന്നു, അവരെന്തുകൊണ്ട് പങ്കാളികളാണ്? You ask any left front worker, any left front leader, if the government of Kerala actually follows left policies, and they will answer you that it does not. It is now a corporate party. നിങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും ഒരു നേതാവിനോടും പ്രവർത്തകരോടും ചോദിച്ചു നോക്കുക, കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഏതെങ്കിലും ഇടതുപക്ഷത്തുള്ള നയങ്ങൾ പിന്തുടരുന്നുണ്ടോ? അവർ പറയും ഇല്ല. ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് മുതലാളിത്ത നയങ്ങൾ പിന്തുടരുന്ന ഒരു മുതലാളിത്ത ഗവൺമെന്റ് ആണെന്ന് അവർ പറയും. In fact, in this very election, senior members, senior leaders, ministers of the LDF are fighting supported by the UDF. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ മുൻപുണ്ടായിരുന്ന മുതിർന്ന നേതാക്കള് ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. And if you ask them, why are you fighting supported by the UDF? You have spent your whole life in the LDF. You spent your whole life fighting for your ideology. Why are you being supported by us?
ഇപ്പൊ നിങ്ങൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഇടതുപക്ഷത്തിൽ പ്രവർത്തിച്ചു, ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി നിങ്ങൾ ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചു, പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടി മത്സരിക്കുന്നത്? They give two answers. The first is that the left front is no longer following pro-people policies. അവർ രണ്ട് കാരണങ്ങൾ പറയും. ആദ്യം അവർ പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ, നയങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റ് പിന്തുടരുന്നില്ല എന്ന ആദ്യത്തെ കാരണമാണ് അവർ പറയുന്നത്. And the second is that we cannot stand the arrogance of the chief minister. രണ്ടാമത് അവർ പറയുന്ന കാരണം എന്താണെന്നറിയോ? ഞങ്ങളെ കൊണ്ട് ഈ മുഖ്യമന്ത്രിയുടെ അഹങ്കാരവും ധാർഷ്ട്യവും സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് അവർ രണ്ടാമത് പറയുന്നത്. It is the same idea. In the BJP, the Prime Minister is convinced that he is not the Prime Minister of India, but the King of India. ഇതേ ആശയം തന്നെയാണ് ബി ജെ പിയിലുമുള്ളത്. ബി ജെ പിയിൽ പ്രധാനമന്ത്രിയുടെ ബോധ്യം എന്താണെന്ന് അറിയുമോ? ഞാൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ, ഇന്ത്യയുടെ രാജാവാണ് താൻ എന്നാണ് പ്രധാനമന്ത്രി He ധരിക്കുന്നത്. told a TV interviewer that I am not biological. അദ്ദേഹം ഒരു ടി വി അഭിമുഖത്തിൽ പറഞ്ഞു, ഞാൻ ജൈവശാസ്ത്ര ആളല്ല എന്നാണ്. Talk directly to God. ഞാൻ ആളാണെന്നാണ് The അദ്ദേഹം. Prime Minister's words. ഇതാണ് The Prime Minister's words. പ്രധാനമന്ത്രിയുടെ വാക്കുകളാണ്. Imagine the fantasy that he's living in. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏത് കാൽപ്പനിക ലോകത്താണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രി ജീവിച്ചിരിക്കുന്നത് എന്ന്. And the same idea is over here in Kerala. കേരളത്തിലും അതേ ആശയം തന്നെയാണുള്ളത്. The Chief Minister thinks he is the king of Kerala. കേരളത്തിലെ മുഖ്യമന്ത്രി വിചാരിക്കുന്നത് അദ്ദേഹം കേരളത്തിലെ രാജാവാണെന്നാണ്. Somebody opposes him, he can have him beaten up, attacked, thrashed, whatever. ആരെങ്കിലും അദ്ദേഹത്തെ എതിർത്ത അവരെ അടിക്കുക, ആക്രമിക്കുക, അവരെ എന്ത് വേണമെങ്കിലും ചെയ്യുക. What is the proof that there is a partnership? എന്താണ് ഇവര് തമ്മിൽ ഒരു പങ്കാളിത്തമുണ്ട് എന്നതിന്റെ തെളിവ്? The first proof is that in every single speech, Narendra Modi talks about religion, temples, God. ആദ്യത്തെ തെളിവെന്ന് പറയുന്നത് തന്റെ ഓരോ പ്രസംഗത്തിലും നരേന്ദ്രമോദി വന്ന് ദൈവങ്ങളെ കുറിച്ച്, അമ്പലങ്ങളെ കുറിച്ച്, മതത്തെ കുറിച്ച് സംസാരിക്കും. He says he is the protector of Hinduism. അദ്ദേഹം പറയുന്നത് ഞാനാണ് ഹിന്ദു മതത്തിന്റെ സംരക്ഷകൻ എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. And then when the left front leaders steal from Sabrimala temple, steal from Ayyappa, the Prime Minister says nothing, not one word. എന്നിട്ട് അതല്ല, ശബരിമലയിൽ നിന്ന് ഇടതുപക്ഷ നേതാക്കൾ സ്വർണം കവർന്നപ്പോ അദ്ദേഹം പ്രധാനമന്ത്രി ഒരു വാക്കുപോലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. He's forgotten religion, he's forgotten God, he's forgotten the temple, everything forgotten. അദ്ദേഹം അമ്പലങ്ങളെ മറന്നുപോയി, അദ്ദേഹം ദൈവത്തെ മറന്നുപോയി, അദ്ദേഹം മതത്തെ മറന്നുപോയി, അദ്ദേഹം എല്ലാം മറന്നുപോയി. Because he needs to protect the left front. എന്താണെന്നറിയുമോ? അദ്ദേഹത്തിന് ഇടതുപക്ഷത്തെ സംരക്ഷിക്കണം. The second proof, I fight the BJP. I walked 4,000 kilometers from Kanyakumari to Kashmir. രണ്ടാമത്തെ തെളിവെന്ന് പറയുന്നത് ഞാൻ ബി ജെ പിക്കെതിരെ പോരാടുന്നു. കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ 4000 കിലോമീറ്റർ ഞാൻ നടന്നു. I was interrogated for 55 hours by the ED. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 55 മണിക്കൂറുകളാണ് എന്നെ ചോദ്യം ചെയ്തത്. My government house was taken away by the BJP. ബി ജെ പി എന്റെ ഔദ്യോഗിക വസതി നീക്കം ചെയ്യുകയാണ് ചെയ്തത്. I am giving this speech, but I'm out on bail. ഞാനിപ്പോ നിങ്ങളോട് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പ്രസംഗിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ ജാമ്യത്തിലാണ് നിൽക്കുന്നത്. My Lok Sabha membership was cancelled. അവരെന്റെ ലോക്സഭാ അംഗത്വം റദ്ദാക്കുകയാണ് ചെയ്തത്. ED, Income Tax Department, I am their main target. ഇൻകം ടാക്സ് വകുപ്പിന്റെയും ഇ ഡിയുടെയും പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഞാനാണ്. BJP's media cell, I am their main target. ബി ജെ പിയുടെ മാധ്യമ വിഭാഗത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് ഞാനാണ്. How come BJP does not attack the Chief Minister of Kerala? പക്ഷേ എന്തുകൊണ്ടാണ് ബി ജെ പി കേരളത്തിലെ മുഖ്യമന്ത്രിയെ ആക്രമിക്കാത്തത്? How come no interrogation of him and his family? അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത്? How come no revocation of his membership of the Vidhan Sabha? അദ്ദേഹത്തിന്റെ നിയമസഭാ അംഗത്വം റദ്ദാക്കുന്നത് എന്തുകൊണ്ട് ചെയ്തില്ല? Because he is in partnership with the BJP. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹവും ബി ജെ പിയും തമ്മിൽ കൂട്ടുകച്ചവടമുള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കാത്തത്. And why he is in partnership is very clear.
എന്തുകൊണ്ടാണ് അദ്ദേഹം BJP-യുമായിട്ട് ഒത്തുചേരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. BJP knows that the left front can never challenge the BJP. കാരണം BJP-ക്ക് അറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരിക്കലും BJP-ക്കെതിരെ വെല്ലുവിളി ഉയർത്താനാവില്ലെന്ന്. BJP knows that left front is at most in 1 or 2 states. BJP-ക്ക് അറിയാം, കൂടിപ്പോയാൽ 1 or 2 സംസ്ഥാനങ്ങളിൽ മാത്രം ഇടതുപക്ഷ മുന്നണി ഉണ്ട്. The real challenger of the BJP, ideological challenger, political challenger is the Congress party and the UDF. പ്രത്യയശാസ്ത്രപരമായി രാഷ്ട്രീയപരമായി BJP-യുടെ ഏറ്റവും മുഖ്യ വെല്ലുവിളി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. So the Prime Minister of India and Amit Shah use the Chief Minister's corruption to trap him. അതുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അമിത് ഷായും നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ അഴിമതി അദ്ദേഹത്തെ കെണിയിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. The same way the Prime Minister of India is trapped by Donald Trump, your Chief Minister is trapped by Mr. Modi. എങ്ങനെയാണോ ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ കുടുക്കി കെണിയിലാക്കിയിരിക്കുന്നത്, അതുപോലെ നിങ്ങളുടെ മുഖ്യമന്ത്രിയെ നരേന്ദ്രമോദി കെണിയിലാക്കി വെച്ചിരിക്കുകയാണ്. Narendra Modi cannot say a word in front of Donald Trump. ഡൊണാൾഡ് ട്രംപിന്റെ മുമ്പിൽ നരേന്ദ്രമോദിക്ക് ഒറ്റ വാക്ക് പറയാനുള്ള ധൈര്യമില്ല. Donald Trump has publicly said, I will destroy this man whenever I feel like. ഡൊണാൾഡ് ട്രംപ് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എപ്പോ തോന്നുന്നു അപ്പൊ ഞാൻ ഈ മനുഷ്യനെ ഇല്ലാതാക്കി കളയും. He abuses him all the time, publicly. പരസ്യമായിട്ട് അദ്ദേഹം എല്ലാ സമയത്തും നരേന്ദ്രമോദിയെ അവഹേളിക്കും. And Narendra Modi does not say anything. എന്നാൽ നരേന്ദ്രമോദി തിരിച്ചും പറയില്ല. Because Trump has 2 weapons. കാരണം ട്രംപിന്റെ കയ്യിൽ 2 ആയുധങ്ങളുണ്ട്. The first weapon is the Epstein files, ആദ്യത്തെ ആയുധം എന്ന് പറയുന്നത് എപ്സ്റ്റീൻ ഫയലുകളാണ്. where the truth of Mr. Narendra Modi's character is hidden. അവിടെയാണ് എപ്സ്റ്റീൻ ഫയലുകളിലാണ് നരേന്ദ്രമോദിയുടെ സത്യം ഒളിച്ചിരിക്കുന്നത്. Trump knows that if he releases those Epstein files, Narendra Modi's character is finished. His reality will be out on the street. ട്രംപിനറിയാം, എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തു വന്നാൽ നരേന്ദ്രമോദിയുടെ സ്വഭാവം അതുകൊണ്ട് ഇല്ലാതാവും, അദ്ദേഹം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് ട്രംപിന് വ്യക്തമായി അറിയാം. And the second weapon is Adani. രണ്ടാമത്തെ ആയുധം എന്ന് പറയുന്നത് അദാനിയാണ്. Adani is not an ordinary company. അദാനി എന്ന് പറയുന്നത് ഒരു സാധാരണ കമ്പനിയല്ല. It is actually the financial system of the BJP. യഥാർത്ഥത്തിൽ അദാനി എന്ന് പറയുന്നത് BJP-യുടെ സാമ്പത്തിക സംവിധാനമാണ്. The BJP gives Adani India's infrastructure, India's airports, India's ports, your land, power plants, everything. And Adani in turn finances the BJP and the Prime Minister. BJP അദാനിക്ക് നൽകുന്നത് നിങ്ങളുടെ ഭൂമി, ഇവിടുത്തെ എയർപോർട്ടുകൾ, ഇവിടുത്തെ തുറമുഖങ്ങൾ, ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇതെല്ലാം അദാനിക്ക് നൽകുകയാണ്. അതിന് പകരമായി അദാനി മോദിക്കും BJP-ക്കും സാമ്പത്തികമായിട്ട് അവർക്കുള്ള പിന്തുണ നൽകുകയാണ് ചെയ്യുന്നത്. And Trump has put a case, a criminal case on Adani in America. അതുമാത്രമല്ല, അമേരിക്കയിൽ അദാനിക്കെതിരെ ട്രംപ് ഒരു ക്രിമിനൽ കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. Adani cannot go to America. അദാനിക്ക് അമേരിക്കയിൽ പോകാനേ കഴിയില്ല. Adani cannot travel to Europe. അദ്ദേഹത്തിന് യൂറോപ്പിലേക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. But the target is not Adani, the target is Modi. പക്ഷേ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അദാനിയല്ല, അവരുടെ ലക്ഷ്യം നരേന്ദ്രമോദിയാണ്. And the Americans used this connection, this control over Modi to make him, force him to sign the US-India deal. നരേന്ദ്രമോദിയുടെ മേൽ അമേരിക്കയ്ക്കുള്ള ഈ നിയന്ത്രണം ഉപയോഗിച്ച് അദ്ദേഹത്തെ നിർബന്ധിച്ചാണ് അദ്ദേഹം അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ അവർ ഒപ്പുവെപ്പിച്ചത്. Narendra Modi gave away India's agriculture. ഇന്ത്യയുടെ കാർഷിക മേഖലയെ അമേരിക്കയ്ക്ക് ഒപ്പിട്ട് കൊടുത്തു. He gave away India's energy security. അദ്ദേഹം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ അവർക്ക് കൈമാറി. You'll be shocked to know that India can today not buy oil from anyone without US permission. നിങ്ങൾക്കറിയുമോ, ഇന്ന് അമേരിക്കയുടെ അനുമതി ഇല്ലാതെ ഇന്ത്യക്ക് മറ്റൊരു രാജ്യത്ത് നിന്നും എണ്ണ വാങ്ങിക്കാൻ സാധിക്കില്ല. In the most dangerous time, when there is a war going on in Iraq, Iran, when oil prices are going to climb, when gas prices are going to climb,
Narendra Modi has signed away India's energy security. വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിൽ ഇറാനിൽ യുദ്ധം നടക്കുന്ന സമയത്ത്, പാചകവാതകത്തിന്റെ വില കൂടുന്ന സമയത്ത്, എണ്ണയുടെ വില കൂടുന്ന സമയത്ത് നരേന്ദ്രമോദി ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ അമേരിക്കയ്ക്ക് എഴുതി നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. And the only reason is Donald Trump can blackmail Narendra Modi using Epstein and Adani. അതിന്റെ കാരണം എന്ന് പറയട്ടെ, ഡൊണാൾഡ് ട്രംപിന് എപ്സ്റ്റീൻ ഫയൽ ഉപയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ, ചൂഷണം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. So in a sense, India's spirit, India's imagination is held back because India's Prime Minister says sir to Donald Trump. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ ചൈതന്യം, ഇന്ത്യയുടെ ഭാവന ഇതൊക്കെ പുറകോട്ട് പോവുകയാണ്. കാരണം നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ആളായതുകൊണ്ട്. And that is the same thing that is happening to Kerala. ഇതേ കാര്യം തന്നെയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Your immense capability, your immense spirit, your immense imagination is trapped because your chief controlled by the Prime Minister, and he's in partnership with enemies of the nation. അതുകൊണ്ട് നിങ്ങൾക്കറിയാം, അതുപോലെ തന്നെ നിങ്ങളുടെ രാജ്യത്ത്, നിങ്ങളുടെ സംസ്ഥാനത്തിന്റെ കഴിവ്, നിങ്ങളുടെ ഭാവന, കേരളത്തിന്റെ ചൈതന്യം ഇതിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യുകയാണ്. കാരണം നിങ്ങളുടെ മുഖ്യമന്ത്രി ഈ പ്രധാനമന്ത്രിയുമായിട്ട് പങ്കാളിത്തത്തിലാണ്. ഈ രാജ്യത്തിന്റെ ശത്രുക്കളുമായി നിങ്ങളുടെ മുഖ്യമന്ത്രി പങ്കാളിത്തത്തിലാണ്. He's in partnership with people who are damaging the soul of our country. He's in partnership with people who are attacking our constitution every day. He's in partnership with people who are brutalizing, dividing and tearing this country apart. നിങ്ങളുടെ മുഖ്യമന്ത്രി പങ്കാളികളായി കൂടിച്ചേർന്ന് നിൽക്കുന്നത് ഈ രാജ്യത്തിന്റെ ആത്മാവിനെ അനുദിനം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുമായിട്ടാണ്. നിങ്ങളുടെ മുഖ്യമന്ത്രി പങ്കാളിത്തം നടത്തുന്നത് ഇന്ത്യൻ ഭരണഘടനയെ ആക്രമിക്കുന്ന ആളുകളുമായിട്ടാണ്. നിങ്ങളുടെ മുഖ്യമന്ത്രി പങ്കാളിയായിട്ടിരിക്കുന്നത് ഈ രാജ്യത്ത് മുഴുവൻ അക്രമവും ക്രൂരതയും പടർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുമായിട്ടാണ്. And the result is massive unemployment. അതിന്റെ ഫലം എന്ന് പറയുന്നത് കേരളത്തിലെ വിപുലമായ തൊഴിലില്ലായ്മയാണ്. 1 in 3 young Keralites is unemployed. കേരളത്തിലെ 1/3 യുവജനങ്ങളിൽ 1/3 തൊഴിലില്ലാത്ത അവസ്ഥയാണുള്ളത്. Government jobs are being sold or can only be had by people who are close to the left front. ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ ഇവിടെ ഗവൺമെന്റ് ജോലികൾ കിട്ടൂ എന്ന അവസ്ഥയാണുള്ളത്. Your health infrastructure is crumbling. നിങ്ങളുടെ ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. And Kerala has no vision for the future. അതുമാത്രമല്ല, കേരളത്തിന് ഭാവിയെ കുറിച്ച് ഒരു കാഴ്ചപ്പാടും ദർശനവുമില്ല. And while all this is going on, the chief minister is putting up posters of himself and writing who else. ഇതെല്ലാം ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വന്തം പോസ്റ്റർ വെച്ചിട്ട് മുഖ്യമന്ത്രി ചോദിക്കുന്നത് ഞാനല്ലാതെ മറ്റാരെന്ന് ചോദിക്കുന്നത്. The answer is anyone else other than this man. അതിനുള്ള ഉത്തരം എന്താണെന്നറിയോ? നിങ്ങളല്ലാതെ മറ്റാരാണെങ്കിലും ഓക്കെ. What is the UDF going to do in these difficult times? ഈ ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിൽ എന്താണ് UDF ഐക്യ ജനാധിപത്യ മുന്നണി ചെയ്യാൻ പോകുന്നത്? Prices are rising. War in Iran, war in Ukraine, instability. What is the UDF going to do for Kerala? വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഉക്രൈനിൽ യുദ്ധം നടക്കുന്നു, ഇറാനിൽ യുദ്ധം നടക്കുന്നു, അസ്ഥിരത ഉണ്ടാവുകയാണ്. ഈ സാഹചര്യത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിന് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നത്? The first thing we're going to do is we're going to make women's lives easier and more comfortable. ഞങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം കേരളത്തിലെ മലയാളി സ്ത്രീകളുടെ ജീവിതം ഞങ്ങൾ എളുപ്പമുള്ളതും കുറച്ചുകൂടി സൗകര്യപ്രദവുമാക്കാൻ പോകുന്നു എന്നതാണ്. I can see women in the crowd. We are going to make bus travel across Kerala free for all of you. എനിക്ക് ഈ ജനക്കൂട്ടത്തിൽ സ്ത്രീകളെ കാണാൻ സാധിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ സ്ത്രീകൾക്ക് കേരളത്തിലെ ബസ് യാത്ര സർക്കാർ ബസ്സുകളിൽ സൗജന്യമാക്കാൻ പോവുകയാണ്. Wherever you want to travel, whatever you want to do, whatever your dreams are, we want it to be easier for you to fulfill them. നിങ്ങൾക്ക് എവിടെയൊക്കെ പോകണമെങ്കിലോ, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താവണമെന്നോ, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നോ അതൊക്കെ സഫലീകരിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പമുള്ളതാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Every single Kerala girl who goes to college,
who goes to university is going to get 1,000 rupees a month in her bank account. കേരളത്തിൽ കോളേജിൽ പോകുന്ന, സർവകലാശാലയിൽ പോകുന്ന കേരളത്തിലെ ഓരോ പെൺകുട്ടിക്കും 1000 രൂപ വീതം പ്രതിമാസം ആ പെൺകുട്ടിയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഞങ്ങൾ നൽകുന്നതായിരിക്കും. Senior citizens are going to get 3,000 rupees pension, and they're going to get a new ministry that is going to look after their own special interests. കേരളത്തിലെ പ്രായമായ മനുഷ്യർക്ക് 3000 രൂപയുടെ ക്ഷേമ പെൻഷനും അതോടൊപ്പം അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിനായി അവർക്ക് പ്രത്യേകമായ ഒരു വകുപ്പും ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കും. And the whole of Kerala is going to get the most amazing healthcare scheme named after Omen Chandi ji. അത് മാത്രമല്ല, ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഏറ്റവും മനോഹരമായ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിന് മുഴുവൻ ഞങ്ങൾ ഉറപ്പാക്കാൻ പോവുകയാണ്. Every single family in Kerala is going to have access to 25 lakh rupees health insurance for difficult times. കേരളത്തിലെ ഓരോ കുടുംബത്തിനും ബുദ്ധിമുട്ടുള്ള കാലത്തെ നേരിടുന്നതിന് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയാണ് ഞങ്ങൾ ഉറപ്പാക്കാൻ പോകുന്നത്. Everybody has somebody who falls sick, brother, sister, father, mother, son. People who don't have that much money really struggle as a result. നമുക്ക് എല്ലാവർക്കും, അത് അച്ഛനാവാം, അമ്മയാകാം, ആങ്ങളെയാകാം, പെങ്ങളാവാം, മക്കളാവാം, അസുഖത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പൈസ ഇല്ലാത്തവർക്ക് ഈ കാര്യം കൈകാര്യം ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ്. Rich people can afford lakhs of rupees for treatment. ആരോഗ്യ പ്രശ്നം വരുമ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി പൈസയുള്ള ആളുകൾക്ക് ലക്ഷക്കണക്കിന് പൈസ ചെലവഴിക്കാൻ സാധിക്കും. Salaried people, workers, farmers, unemployed youngsters, they cannot afford this. അതുപോലെ ശമ്പളം വാങ്ങിക്കുന്ന ആളുകൾ, തൊഴിലാളികൾ, തൊഴിലില്ലാത്തവര്, അവർക്കൊന്നും ഇത് വരുമ്പോൾ ഈ ചികിത്സാ ചെലവ് താങ്ങാൻ പറ്റുകയില്ല. In fact, there must be many people who are watching who have relatives who are sick. ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേർക്കും ബന്ധുക്കളൊക്കെ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാവാം. They might be worried about how they're going to finance the sickness. ഈ ചികിത്സയ്ക്ക് വേണ്ടി എങ്ങനെ പൈസ കണ്ടെത്തും എന്നതിനെ കുറിച്ച് ഓർത്ത് നിങ്ങളൊക്കെ വിഷമിക്കുന്നവരുണ്ടാവാം. How they're going to cure their loved one. അവരെങ്ങനെയാണ് അവരുടെ ഇഷ്ടമുള്ളവരെ, സ്നേഹമുള്ളവരെ നോക്കുക എന്നോർത്ത് വിഷമിക്കുന്നവരുണ്ടാവാം. How they're going to manage after they've spent all that money trying to find a cure for their family members. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു ചികിത്സ രോഗശമനത്തിന് വേണ്ടി ഉണ്ടായിരുന്ന പൈസ മുഴുവൻ ചെലവാക്കിയിട്ട് ഞങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകാം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവാം. Well, now you don't have to worry. ഞാൻ പറയാണ്, നിങ്ങൾ ഇനി അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. Because no matter what disease your relative has, whether it's heart disease, cancer, an injury, diabetes, the Kerala government, the next Kerala government is going to put 25 lakh rupees per family to ensure your well-being. വിഷമിക്കേണ്ട. എന്ത് അസുഖമാകട്ടെ, ക്യാൻസർ ആവട്ടെ, പ്രമേഹമാകട്ടെ, ഹൃദയ സംബന്ധമായ അസുഖമാവട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അസുഖമുണ്ടായാൽ ഇനി വരാൻ പോകുന്ന കേരളത്തിലെ ഗവൺമെന്റ് 25 ലക്ഷം രൂപ ആ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഉറപ്പാക്കിയിരിക്കും. But this money will not only protect you, it's a much more powerful idea than simply protecting the people of Kerala. ഈ പൈസ എന്ന് പറയുന്നത് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, അത് കുറച്ചുകൂടി ശക്തമായ ഒരു ആശയമാണ്. The injection of this money into the healthcare system will allow Kerala to train many more nurses, many more doctors, many more support staff. ഈ പൈസ കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തിലേക്ക് കുത്തിവെക്കുന്നത് മൂലം, ആരോഗ്യ സംവിധാനത്തേക്ക് നിറയ്ക്കുന്നത് മൂലം ഒരുപാട് ഡോക്ടർമാരെയും ഒരുപാട് നഴ്സുമാരെയും ഒരുപാട് ആരോഗ്യ പ്രവർത്തകരെയും നമുക്ക് പരിശീലിച്ചെടുക്കാൻ സാധിക്കും. And we'll rebuild the healthcare system that the left front has so badly damaged. കേരളത്തിൽ LDF ഗവൺമെന്റ് ഇല്ലാതാക്കി നശിപ്പിച്ചു കളഞ്ഞ ആരോഗ്യ സംവിധാനത്തെ നമുക്ക് ഇതിലൂടെ പുനർനിർമ്മിച്ചെടുക്കാൻ സാധിക്കും. In the end, this is a battle between two different ways of thinking. അവസാനമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നടക്കുന്ന യുദ്ധം, പോരാട്ടം എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്തമായ ചിന്താഗതികൾ തമ്മിലുള്ള പോരാട്ടമാണ്. I've had the honor of being member of parliament of Wayanad for 5 years. വയനാടിലെ ഒരു ജനപ്രതിനിധിയായി 5 വർഷം പ്രവർത്തിക്കുക എന്നൊരു ആദരവ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. I learned a lot from the people of Wayanad and from the people of Kerala. വയനാട്ടിലെ ജനങ്ങളിൽ നിന്നും കേരളത്തിലെ ജനങ്ങളിൽ നിന്നും ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. What did I learn? ഞാൻ എന്താണ് പഠിച്ചത്? The first thing I learned is Kerala believes in humility.
ഞാൻ ആദ്യം പഠിച്ച കാര്യം എന്ന് പറയുന്നത് കേരളം വിശ്വസിക്കുന്നത് വിനയത്തിലാണ്. Kerala does its work silently, diligently, with humility. കേരളത്തിന്റെ ജോലി നിശബ്ദമായി വിവേകത്തോടുകൂടി വിനയത്തോടുകൂടി ചെയ്യുന്നു. Kerala does not believe in arrogance. കേരളം ധാർഷ്ട്യത്തിൽ വിശ്വസിക്കുന്നില്ല. Second thing, Kerala loves and respects everybody. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കേരളം എല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. When people in Kerala look at somebody, they don't see the religion, the gender, the caste, the community, the language. They see the human being. മലയാളി മറ്റൊരു മനുഷ്യനെ കാണുമ്പോൾ നോക്കുന്നത് ആ മനുഷ്യന്റെ ജാതിയല്ല, ആ മനുഷ്യന്റെ മതമല്ല, ആ മനുഷ്യന്റെ സമുദായമല്ല, ആ മനുഷ്യന്റെ ലിംഗപദവിയല്ല. മലയാളി മറ്റൊരാളെ കാണുന്നത് മനുഷ്യനായിട്ടാണ്. Even when you don't agree with somebody, you still realize that he has the right to his point of view. നിങ്ങൾ മറ്റൊരാളോട് യോജിക്കുന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നു ആ വ്യക്തിക്ക് നിങ്ങളോട് വിയോജിക്കാനുള്ള അവകാശമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. You understand that diversity is your strength. നിങ്ങൾ മനസ്സിലാക്കുന്നു ബഹുത്വം എന്ന് പറയുന്നത് വൈവിധ്യമാണ് നിങ്ങളുടെ ശക്തി എന്ന് നിങ്ങൾ And you മനസ്സിലാക്കുന്നു. like to learn from each other. നിങ്ങൾ പരസ്പരം മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. Best example of this is Kerala nurses. ഇതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം എന്ന് പറയുന്നത് മലയാളികളായ നഴ്സുമാരാണ്. You please ask yourself why Kerala nurses are appreciated in every country, in every state of India. നിങ്ങൾ ദയവായി നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക, സ്വയം ചോദിച്ചു നോക്കുക, എന്തുകൊണ്ടാണ് മലയാളികളെ നഴ്സുമാരെ ഈ രാജ്യത്തും അതുപോലെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അവരെ അംഗീകരിക്കുന്നതും അഭിനന്ദിക്കുന്നതും? Many nurses have technical ability. ഒരുപാട് നഴ്സുമാർക്ക് അവർക്ക് ഭയങ്കര സാങ്കേതികമായ പരിജ്ഞാനവും കഴിവുമുണ്ട്. Many nurses know how to treat people, ആളുകളെ പരിചരിക്കുന്ന രോഗികളെ നോക്കാൻ പല നഴ്സുമാർക്കും അറിയാം. cure them. നിങ്ങൾക്ക് അവരെ അറിയാം. But Kerala nurses are compassionate. പക്ഷേ കേരളത്തിലെ മലയാളി നഴ്സുമാർ സഹാനുഭൂതിയുള്ളവരാണ്. Kerala nurses do not care what religion, what community, what caste, what gender person is sick. ഒരു രോഗാതുരനായ ഒരു വ്യക്തി ഏത് മതത്തിലുള്ള ആളാണ്, ഏത് ജാതിയിലുള്ള ആളാണ്, ഏത് സമുദായത്തിലുള്ള ആളാണ്, ആ വ്യക്തിയുടെ ലിംഗപദവി എന്താണെന്നുള്ളത് മലയാളത്തിലെ നഴ്സുകൾ അതിനെപ്പറ്റി ആലോചിക്കാറില്ല. They will give the same respect, same love, same affection to everybody. അവരെല്ലാവർക്കും ഒരേ തരത്തിലുള്ള ബഹുമാനം, ഒരേ തരത്തിലുള്ള ഇഷ്ടം, ഒരേ And തരത്തിലുള്ള that is your strength. അതാണ് നിങ്ങളുടെ ശക്തി എന്ന് പറയുന്നത്. Your strength is not hatred, division, anger, disrespect, arrogance. These are not your strengths. This is not your culture. This will never be your culture. വിദ്വേഷം എന്ന് പറയുന്നത്, ധാർഷ്യം എന്ന് പറയുന്നത്, ജനങ്ങളെ വിഭജിക്കുക എന്ന് പറയുന്നത്, ഇതൊന്നും നിങ്ങളുടെ കരുത്തല്ല, ഇതൊന്നും നിങ്ങളുടെ കരുത്തേ അല്ല. You have too big a history, too old a history to be carried away with hatred, anger, division. വിഭാഗീയത, ദേഷ്യം ഇതിന്റെ ഒക്കെ ഭാഗമായി മുൻപോട്ട് പോകുന്നതിൽ അതിലുപരിയായിട്ടുള്ള വലിയ സമ്പന്നമായ ഒരു ചരിത്രവും ഒരു പാരമ്പര്യവും നിങ്ങൾക്കുണ്ട്. And that is what really is at the heart of this fight. ഈ പറയുന്ന പോരാട്ടത്തിന്റെ ഹൃദയ ഭാഗത്തുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. On one side you have hatred, anger, division, arrogance. ഒരു ഭാഗത്ത് നിങ്ങൾക്കുണ്ട് ധാർഷ്ട്യമുണ്ട്, വിദ്വേഷമുണ്ട്, ദേഷ്യമുണ്ട്. Exemplified by Mr. Narendra Modi, Mr. Amit Shah and your chief minister. അതിന്റെ മികച്ച ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് നരേന്ദ്രമോദിയും അമിത്ഷായും നിങ്ങളുടെ മുഖ്യമന്ത്രിയും. And on the other side you have humility, unity, love and affection. മറ്റു ഭാഗത്ത് നിങ്ങൾക്കുള്ളത് വിനയമുണ്ട്, ഐക്യമുണ്ട്, സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്. We want to unlock the spirit of Kerala. കേരളത്തിന്റെ തനിമയെ, കേരളത്തിന്റെ ആത്മവീര്യത്തെ പൂട്ടഴിച്ചു വിട്ട് പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. We want to once again allow the young people of Kerala to dream of a future for themselves. സ്വയം സ്വങ്ങളുടെ മനോഹരമായ ഒരു ഭാവിയെ കുറിച്ച് ചിന്തിക്കാൻ കേരളത്തിലെ യുവജനങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. And most important, we want to work in partnership with the people of Kerala. ഏറ്റവും പ്രധാനമായി കേരളത്തിലെ ജനങ്ങളോട് ഒരു പങ്കാളിത്തത്തോടുകൂടി അവരോട് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. I thank all of you for coming here and listening to me so patiently and affectionately. നിങ്ങളെ എല്ലാവരെയും ഇവിടെ വന്ന് എന്നെ ശ്രദ്ധിച്ചതിനും വളരെയധികം ക്ഷമയോടുകൂടി സ്നേഹത്തോടുകൂടി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. It is an honor for me to have been your MP for 5 years.
നിങ്ങളുടെ ജനപ്രതിനിധിയായ 5 വർഷം പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഒരു ആദരവായിട്ട് ഞാൻ കണക്കാക്കുന്നു. And I'd like to end by telling you something. See, when do you find out who your loved ones are? When do you find out who your loved ones are? ഞാൻ അവസാനമായിട്ട് നിങ്ങളോടൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ, നിങ്ങളെ സ്നേഹിക്കുന്നവരാണെന്ന് നിങ്ങൾ കണ്ടെത്തുമ്പോൾ, you don't find out who your loved ones are in good times. നിങ്ങളുടെ നല്ല കാലത്ത് നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. You find out who your loved ones and friends are in difficult times. നിങ്ങളുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കഷ്ടകാലത്താണ് നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളെ സ്നേഹിക്കുന്നവരും ആരാണെന്ന് നിങ്ങൾ കണ്ടെത്തുന്നത്. And when I was being attacked by the BJP, by the RSS, every day, ruthlessly attacked, abused every day, Kerala protected me and looked after me. നിങ്ങൾക്കറിയോ, BJPയും RSSും ഓരോ ദിവസവും നിർദാക്ഷിണ്യം ക്രൂരമായിട്ട് എന്നെ ആക്രമിച്ചപ്പോ, എന്നെ അവഹേളിച്ചപ്പോ, കേരളവും കേരളത്തിലെ ജനങ്ങളുമാണ് എന്നെ സംരക്ഷിച്ചതും എന്നോടൊപ്പം നിന്നതും. And Kerala, in Kerala, by the way, I include all Keralites, because all Keralites looked after me and protected me. ഞാൻ ഈ പറയുന്നത് എല്ലാ മലയാളികളെ കുറിച്ചാണ്. കാരണം എല്ലാ മലയാളികളും എന്നെ സംരക്ഷിക്കുകയും എന്നോടൊപ്പം നിൽക്കുകയും എന്നെ ആ കാലത്ത് നോക്കുകയും ചെയ്തവരാണ്. UDF people and also LDF people. അത് ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ആളുകൾ മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ആളുകളും എന്നോടൊപ്പം നിന്നു. So I will never forget that in my whole life. അതുകൊണ്ട് ഇതെന്റെ ജീവിതകാലം മുഴുവനും ഞാൻ ഒരിക്കലും ഇത് മറക്കില്ല. That when I was in need of protection, the people of Kerala protected me. എപ്പോൾ എനിക്ക് സംരക്ഷണം ആവശ്യമുണ്ടായിരുന്നു, അന്ന് എന്നെ സംരക്ഷിച്ചത് കേരളത്തിലെ ജനങ്ങളായ മലയാളികളായ നിങ്ങളാണ്. And that is my bond with you. അതാണ് എനിക്ക് നിങ്ങളുമായിട്ടുള്ള ആത്മബന്ധം എന്ന് പറയുന്നത്. അതാണ്. Thank you. നന്ദി.